ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് COVID-19 ആണ്. അത് കാരണം നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ വയ്യ. കുട്ടികളും നമ്മളും എല്ലാം ബോറടിച്ചിരിക്കാം. നമ്മൾ ബോറടി മാറ്റാനും കുട്ടികളെ എൻകറേജ് ചെയ്യാനും നമ്മുടെ വീട്ടിലെ ന്യൂസ് പേപ്പർ വെച്ച് തന്നെ എങ്ങനെ ഒരു നല്ലൊരു വാൾ ഹാങ്ങർ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഫസ്റ്റ് ഞാനൊരു ന്യൂസ് പേപ്പർ എടുക്കുകയാണ്. എല്ലാവരും വീട്ടിൽ കാണുമല്ലോ ഇതുപോലെ വേസ്റ്റ് ന്യൂസ് പേപ്പേഴ്സ്. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു സ്റ്റിക്കാണ്. ഞാനിപ്പോൾ ഈർക്കിലാണ് എടുക്കുന്നത്. പിന്നെ ഗ്ലൂ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കട്ടർ, സിസറാണ് നല്ലത്. പിന്നെ കളർ പെയിൻറ് എടുക്കുന്നുണ്ട്. അതിനാവശ്യമുള്ള ബ്രഷും പിന്നെ ഒരു മെഷറിംഗ് ടേപ്പ് എടുക്കുന്നുണ്ട്. കളർ സ്റ്റോൺസ് എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ് ഇല്ലെങ്കിൽ വൈറ്റ് പേപ്പർ ആയാലും മതി. ഈ പെയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് പെന്നായാലും മതി, കളർ പെന്നായാലും മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഈർക്കിലിൻ്റെ സെൻറ്റർ പേപ്പറിൽ ഇതുപോലെ വയ്ക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ചുരുട്ടി എടുക്കണം. ചുരുട്ടി നല്ല ചുരുണ്ട് വരുമ്പോഴത്തേക്കും ഇത് ഈർക്കിലങ്ങ് മാറ്റണം. എന്നിട്ട് നല്ല രീതിയിൽ ചുരുട്ടി എടുക്കണം. ചുരുട്ടിയതിന് ശേഷം ലാസ്റ്റ് വരുന്ന പോർഷൻ ഇതുപോലെ ഗ്ലൂ തേച്ച് നല്ല സ്പ്രെഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഒട്ടിയിരിക്കത്തുള്ളൂ. നമ്മൾ ഒരു സ്റ്റിക്ക് റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ഒരു 6-7 എണ്ണം ഉണ്ടാക്കണം. അതിനുശേഷം സ്റ്റിക്ക് നമ്മൾ ഒരു 5 ഇഞ്ചസ് ലെങ്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫൈവ് ഇഞ്ചസിൽ ഒരു ഷീറ്റ് പേപ്പർ സ്റ്റിക്കിൽ നമുക്ക് ഒരു 3-4 ടൈംസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 16 സ്റ്റിക്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു A4 സൈസ് ഷീറ്റ് പേപ്പർ എടുക്കുകയാണ്. സാധാ പേപ്പർ ആയാലും മതി. അതിൽ ഒരു 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് വിട്ട് അത് ഇതുപോലെ മടക്കിയെടുക്കണം. അത് മടക്കുന്ന എന്തിനാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. മടക്കി എടുത്തിട്ട് ഇതുപോലെ വയ്ക്കണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റിക്കെല്ലാം നല്ല അറേഞ്ച് ചെയ്ത് വയ്ക്കണം. ഇതിങ്ങനെ മടക്കി വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ കറക്റ്റായിട്ട് സ്ട്രൈറ്റ് ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഗ്ലൂ നല്ല സ്പ്രെഡ് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് വയ്ക്കണം. വയ്ക്കുമ്പോൾ ഈ മടക്ക് പൊക്കി വയ്ക്കുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് സ്ട്രൈറ്റ് ബേസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കി വയ്ക്കുന്നത്. ഗ്ലൂ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തേക്കണം. നമ്മൾ ബേസ് എങ്ങനെ വയ്ക്കാൻ നോക്കാം. അതിന് ഇതുപോലെ നമ്മളൊരു പേപ്പർ സ്റ്റിക്ക്, ഒരു ഷീറ്റ് പേപ്പറിൻ്റെ സ്റ്റിക്കാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് നല്ല പ്രസ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ചുരുട്ടി എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുത്താൽ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കും, പിരിന്നു പോകത്തുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഗ്ലൂ തേക്കുന്നത്. എല്ലായിടത്തും തേക്കണമെന്നില്ല, കുറച്ചായിട്ട് തേച്ചാൽ മതി. ഇൻ കേസ് നമുക്ക് ഈ ഡെക്കറിന് ഫ്ലവർ ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലും ഇതുപോലെ ചുരുട്ടി ഒരു ഫ്ലവറാക്കി കളർ ചെയ്ത് വെച്ചാലും മതി. അതും ഒരു ഭംഗിയാണ്. ഇതുപോലെ ചുരുട്ടി നല്ലതുപോലെ ഗ്ലൂ ചെയ്ത് വെക്കണം.
ലാസ്റ്റ് പോർഷത്തിൽ നല്ല രീതിയിൽ ഗ്ലൂ ചെയ്താലേ നല്ല സ്റ്റിക്കി ആയിട്ട് ഇരിക്കത്തുള്ളൂ. നമ്മൾ ബേസ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന നോക്കാം. ഫസ്റ്റ് മടക്കി വെച്ചേക്കുന്ന ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയാണ്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. അടുത്ത മുകളിലത്തെ ഭാഗം എന്ന് പറയുന്നത് ഇത് കയറി ഇറങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിക്കും കൂടി കറക്റ്റ് സ്ട്രെയിറ്റിന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബേസ് എങ്ങനെ ഒട്ടിക്കണം നോക്കാം. ഫസ്റ്റ് നമ്മൾ സ്റ്റിക്കിന്റെ ബേക്കിൽ ഇതുപോലെ ഗ്ലൂ ഒട്ടിച്ചിട്ട് ബേസ് ഇങ്ങനെ വെച്ച് കറക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നിറയെ ഗ്ലൂ തേക്കണം, എന്നാൽ മാത്രമേ നല്ല സ്റ്റിക്കി സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. കണ്ടോ, ഇതുപോലെ കറക്കി എടുക്കണം. എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്യണം. ചിലപ്പോൾ എക്സ്ട്രാ സ്റ്റിക്കൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പം എനിക്ക് ഒരു 2 സ്റ്റിക്ക് ബാക്കി വരുന്നുണ്ട്, അതും കൂടി ചേർത്ത് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് ബാക്കി 2 സ്റ്റിക്കും കൂടി ചേർത്ത് ഒട്ടിക്കുകയാണ്. ഒട്ടിച്ചതിന് ശേഷം ഞാൻ പെയിന്റ് അടിക്കുകയാണ്. നല്ല ഡാർക്ക് ബ്ലൂ കളറാണ് അടിക്കുന്നത്. ഈ ബ്ലൂ കളർ ഞാൻ നല്ല തിക്കായിട്ടാണ് അടിക്കുന്നത്. ഇപ്പം നമുക്ക് ഇത്രയും തിക്നെസ് വേണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ശകലം വെള്ളം എടുക്കാവുള്ളൂ. അതിൽ കുറച്ച് പെയിൻറ്റും മിക്സ് ചെയ്ത് അടിച്ചാൽ മതി. ഞാൻ ന്യൂസ് പേപ്പർ ആയതുകൊണ്ടാണ് ഇത്രയും തിക്കായിട്ട് അടിക്കുന്നത്, കാരണം ഇതിൻ്റെ ലേബിൾസ് ഒന്നും വെളിയിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒരു ഹെൽപ്പ് വാങ്ങിക്കുമ്പോഴത്തേക്കും അവർക്കും കുറച്ച് എൻകറേജ് ആയിട്ടിരിക്കും, അവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും, ബോറടിയൊക്കെ മാറും. അവരുമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. സമയം കൊണ്ട് നമുക്ക് ബാക്കി സ്റ്റിക്കും കൂടെ പെയിന്റ് ചെയ്യാം. ഇതൊരു 14 ഇഞ്ചസിലെ സ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 10 സ്റ്റിക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്സ് എല്ലാം പെയിന്റ് അടിച്ചതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ തീക്കുട്ടിയുണ്ട്. നമ്മളെ കുട്ടികളെ ഇൻട്രസ്റ്റിംഗ് ഏരിയ മനസ്സിലാക്കി അവരെ കൂടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഹാപ്പിയാകും. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയയാണ് പെയിന്റിങ് എന്ന് പറയുന്നത്. ഇതാണ് തീക്കുട്ടി. ഇതാണ് നമ്മളെ വീട്ടിലെ കുട്ടി പട്ടാളത്തിലെ ഒരാള്. ഇതുപോലെ കുട്ടികളെ സഹായമൊക്കെ വാങ്ങിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും അവർക്കും സന്തോഷമാണ്, അവർക്ക് ബോറടിയും മാറും, നമുക്ക് അവരോട് കുറച്ച് സമയം ചെലവഴിക്കുകയും ചെയ്യാം. ഇത് അവളെ ഫേവറേറ്റ് കളർ ആയതുകൊണ്ട് ഇതും അവള് ഒരു സ്റ്റിക്കിൽ അടിച്ചു. അവളും കൂടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പെയിന്റ് അടിച്ച് തീർക്കാൻ പറ്റി.
കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിക്ക് അറേഞ്ച് ചെയ്യാണ്. ഫസ്റ്റ് ഇതാ ഇതുപോലെ സ്ക്വയർ ആക്കി വച്ചിട്ട് അതിനകത്ത് 2 സ്റ്റിക്ക് വയ്ക്കുക. ഇതാ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്കിത് ഒട്ടിച്ച് വയ്ക്കാം. ഇനി നമുക്കിത് കുട്ടികളെ സഹായത്തോടെ ഒട്ടിക്കാൻ നോക്കാം. ഇപ്രാവശ്യം ദിയക്കുട്ടിയുടെ ആരവമുണ്ട്. ദിയ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവനും കൂടെ ഇരുന്ന് കുറച്ചൊക്കെ ഇങ്ങനെ ഗ്ലൂ ഒക്കെ എടുക്കാനും ഒഴിക്കാനും ഒക്കെ അതിന് ഹെൽപ്പ് ചെയ്തു. ഞാൻ പറയുന്ന സ്ഥലത്ത് കുറച്ചൊക്കെ ഗ്ലൂ ഒക്കെ വെച്ചിരുന്നല്ലാതെ അവന് കൂടുതൽ ഇരുന്ന് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടില്ല. അവന് 2.5 വയസ്സേ ആയിട്ടുള്ളൂ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഒട്ടിച്ചത്. ഇനി നമ്മളിതിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് പൂവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ഓറഞ്ച് ഷീറ്റ് പേപ്പർ എടുത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് ഒരു റൗണ്ട് കോമ്പസ് വെച്ച് റൗണ്ട് വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ 4ആയിട്ട് മടക്കുമ്പോൾ നമുക്കൊരു 4-5 പൂവ് ഉണ്ടാക്കാനുള്ള കട്ടിങ്സ് കിട്ടും. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് വരച്ച് കാണിച്ചു തരാം. ഇതുപോലെ ജസ്റ്റ് ചുമ്മാ ഒന്ന് താഴോട്ട് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ വരച്ചെടുത്താൽ ഇത്രയേ ഉള്ളൂ. ഇത് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. നല്ല സെന്ററിലോട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പാടില്ല. കുറച്ചും കൂടെ ഇത്രയും ഭാഗം ബാക്കി വെച്ചേക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്ത ഓരോ പേപ്പറും ചുരുട്ടി എടുക്കുകയാണ്. ഒരു ഷീറ്റ് പേപ്പറിൽ നമുക്കൊരു 4 ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ 4ആയിട്ട് മടക്കേണ്ടത് 4, കുറച്ചും കൂടെ ചെറുതാണെങ്കിൽ നമുക്ക് 6ആയിട്ട് മടക്കാം. ഇനി ഇതുപോലെ ചുരുട്ടി അവസാനം വരെ നമ്മൾ കട്ട് ചെയ്ത് അവിടെ വരെ ഇങ്ങനെ ചുരുട്ടി കൊണ്ടുവരണം. നല്ല ഇറുക്കി പിടിച്ച് ചുരുട്ടണം. എന്നിട്ട് നല്ല രീതിയിൽ ഗ്ലൂ ഒട്ടിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ചുരുട്ടുന്ന അതിൻ്റെ ബോട്ടം ഭാഗത്ത് ഇങ്ങനെ ഒഴിച്ച് ചുറ്റും നല്ല രീതിയിൽ ഗ്ലൂ സ്പ്രെഡ് ചെയ്തിട്ട് നല്ല പ്രസ് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മൾ മുകളിലത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് ലൂസാക്കി വിടണം. ഇങ്ങനെ പെറ്റൽസ് കുറച്ചും കൂടെ ലൂസായിട്ട് വിടണം. ഇങ്ങനെ നമ്മൾ ഇതാണ് നമ്മളെ പേപ്പർ റോസ് ഉണ്ടാക്കുന്ന രീതി. ഇനിയും കുറച്ചും കൂടെ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ പെയിന്റ് ഒക്കെ അടിച്ച വേസ് നല്ല ഉണങ്ങിക്കഴിഞ്ഞു. ഞാൻ അതിനകത്ത് നമ്മൾ ഏത് കളറാണോ ഫ്ലവർ അതിൻ്റെ പേപ്പർ തന്നെ അതിനകത്ത് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കാണ്. നമ്മൾ ചുരുട്ടി അതിനകത്തോട്ടാക്കിയാലും മതി, നല്ല ഇരുന്നോളും. ആ വേസിൽ ഞാൻ ഫ്ലവേഴ്സ് ഒട്ടിക്കുകയാണ്. ഇതുപോലെ ഫ്ലവേഴ്സ് ഒരു പകുതി ഒട്ടിച്ചാൽ മതി, കൂടുതലൊന്നും ഫുള്ള് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഹാങ്ങിങ്ങിൽ ഒട്ടിച്ച് വെക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഹാങ്ങിങ്ങിൽ ബാക്കി സ്റ്റിക്കുകൾ ഒട്ടിക്കുന്നതും വേസ് ഒട്ടിക്കുന്നതും ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഐ എം സോറി. ഫസ്റ്റ് 2 സ്റ്റിക്കുകൾ സ്ക്വയറിനകത്ത് ഒട്ടിച്ച കണക്ക് തന്നെ അത് തിരിച്ച് വെച്ച് ആ സ്ക്വയറിനകത്ത് തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സ്റ്റിക്ക് ഒട്ടിച്ചേക്കുക. പിന്നെ വേസ് നമ്മൾ പകുതി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി പകുതി എന്ന് പറഞ്ഞാൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്ക്വയറിൻ്റെ എഡ്ജ് അപ്പ് ആൻഡ് ഡൗൺ വെച്ചാൽ മതി, കറക്റ്റ് ഡയമണ്ട് ഷേപ്പ് ആയിക്കോളും. എന്നിട്ട് വേണം നമ്മൾ വേസ് ഒട്ടിക്കാൻ. ഇനി നമുക്ക് ഹാങ്ങിങ്ങിലും കൂടി കുറച്ച് ഫ്ലവേഴ്സ് ഒട്ടിക്കാം. ഓരോ ജോയിനിലും ഇതുപോലെ ഒട്ടിച്ച് വെക്കുകയാണ്. കൂടുതൽ ഡെക്കറേഷനൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് സ്റ്റോൺസും കൂടി ഒട്ടിക്കുന്നുണ്ട്. ഗ്രീൻ കളർ സ്റ്റോൺസ് ആണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ ഗ്ലൂ കറക്റ്റ് വേസിൽ ഇങ്ങനെ ഫുള്ളായി ഇട്ടിട്ട് ഓരോ സ്റ്റോണും വെച്ച് ഒട്ടിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് പുതിയ നല്ല ഡിസൈനായിട്ട് നല്ല വരച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ അതുപോലെ ലീഫ് കണക്കൊക്കെ വരച്ച് ഗ്രീൻ സ്റ്റോൺസ് ഒക്കെ ഒട്ടിച്ചാൽ മതി. ഞാനിപ്പോൾ സിംപിളായിട്ട് ഇതിന് ചുറ്റും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റോൺസ് ഒട്ടിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഹാങ്ങിങ്ങിൽ ഹാങ്ങിങ്ങിൽ ജോയിനിൽ വെച്ചേക്കുന്ന ഫ്ലവേഴ്സില്ലേ അതിൻ്റെ 2ൻ്റെ സെൻറ്ററിലായിട്ടും കുറച്ച് സ്റ്റോൺസ് ഒട്ടിക്കുന്നുണ്ട്. ഇൻ കേസ് നമ്മുടെ കയ്യിൽ കളർ പേപ്പറൊന്നും ഇല്ലെങ്കിലും വൈറ്റ് പേപ്പർ എടുത്താലും മതി. നമ്മൾ സ്റ്റോൺസ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. വാൾ ഹാങ്ങിങ് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ കൂട്ടുകാരെ, ബൈ.